അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചു, അവിടുന്ന് ഉത്തരമരുളി എനിക്ക് രക്ഷ നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചു, അവിടുന്ന് ഉത്തരമരുളി എനിക്ക് രക്ഷ നൽകി. അധർമ്മികളുടെ അധരങ്ങളിൽ നിന്ന്, വഞ്ചകരുടെ നാവുകളിൽ നിന്ന് കർത്താവേ എന്നെ രക്ഷിക്കണമേ. വഞ്ചന നിറഞ്ഞ നാവേ, നിനക്ക് എന്ത് ലഭിക്കും? ഇനി കൂടുതൽ എന്തു കിട്ട്? നീ യോദ്ധാവിന്റെ മൂർച്ചയേറിയ അസ്ത്രവും ചുട്ടുപഴുത്ത തീക്കനലുമാകുന്നു. എന്റെ വിപ്രവാസം നീണ്ടു പോകുന്നതിനാല്, കേദാരിന്റെ കൂടാരത്തിൽ പാർക്കേണ്ടി വന്നതിനാല് ഞാൻ ദുർഭകനായിരിക്കുന്നു. സമാധാനം വെറുക്കുന്നവരോടുകൂടെ ഞാൻ ഏറെ കാലമായി വസിക്കുന്നു. ഞാൻ സമാധാനം പറഞ്ഞു ചെല്ലുന്നു, അവരോ കലഹമുണ്ടാക്കുന്നു. മലമുകളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, ഇവിടെ നിന്ന് എന്റെ സഹായകൻ വരും. എന്റെ സഹായം കർത്താവിൽ നിന്നാകുന്നു. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചവൻ അവിടുന്ന് തന്നെ. നിന്നെ കാലിടറാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുന്നില്ല. നിന്റെ സംരക്ഷകൻ കർത്താവാകുന്നു. തന്റെ വലം കൈയാൽ നിനക്ക് തണലേകുന്നു. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളു. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കൂ. പുറത്തു പോകുമ്പോഴും തിരിച്ചെത്തുമ്പോഴും കർത്താവ് നിന്നെ കാത്തുകൊള്ളു. ഇന്നും എന്നേക്കും കാത്തുകൊള്ളു. കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഓർസ്ലീമേ, എന്റെ പാദങ്ങൾ നിന്റെ കവാടങ്ങളിൽ ഊന്നിയിരിക്കുന്നു. കോട്ടയാൽ ചുറ്റപ്പെട്ട പട്ടണം പോലെ ഓർസ്ലേം പണിയപ്പെട്ടിരിക്കുന്നു.
അവിടേക്ക് ഗോത്രങ്ങൾ കയറി ചെല്ലുന്നു, കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ. ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമം പാടി സ്തുതിക്കാൻ അവർ വരുന്നു. അവിടെ ന്യായാസനങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, ദാവീദിന്റെ ഭവനത്തിലെ സിംഹാസനങ്ങൾ. ഓരസ്ലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. നിന്റെ സൈന്യത്തിന് സമാധാനമുണ്ടാകട്ടെ. ഗോപുരങ്ങൾക്കുള്ളിൽ ക്ഷേമമുണ്ടാകട്ടെ. എന്റെ സഹോദരങ്ങൾക്കും സ്നേഹിതർക്കും വേണ്ടി നിനക്ക് ഞാൻ സമാധാനം ആശംസിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ഭവനത്തെ പ്രതി ഞാൻ നിന്റെ നന്മകൾ അന്വേഷിക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക്, ദാസിയുടെ കണ്ണുകൾ നാഥിയുടെ പക്കലേക്കും എന്ന പോലെ. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ധാരാളം നിന്ദനം ശ്രമിക്കുന്നു. ഗർവിഷ്ഠരുടെ അധിക്ഷേപവർഷത്താലും അഹങ്കാരികളുടെ അവഹേളനത്താലും ഞങ്ങളാകെ തളർന്നിരിക്കുന്നു. ഇസ്രായേൽ ഇപ്രകാരം പറയട്ടെ, കർത്താവ് ഞങ്ങളോടൊത്തില്ലായിരുന്നെങ്കിൽ അവർ ഞങ്ങളെ ജീവനോടെ വിഴുങ്ങുമായിരുന്നു. കർത്താവ് ഞങ്ങളോടൊത്തില്ലായിരുന്നെങ്കിൽ മനുഷ്യർ ഞങ്ങൾക്കെതിരായി വരുന്നപ്പോൾ അവരുടെ കോപം ഞങ്ങളുടെ മേൽ ജ്വലിക്കുമായിരുന്നു. ഞങ്ങളെ വെള്ളത്തിൽ മുക്കിക്കളയുമായിരുന്നു, ജലപ്രവാഹത്തിൽ പ്രാണൻ നശിക്കുമായിരുന്നു. മലവെള്ളം ഞങ്ങളെ മൂടിക്കളയുമായിരുന്നു. ഞങ്ങളെ അവരുടെ പല്ലുകൾക്കിരയായി നൽകാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വേടന്റെ വലയിൽ നിന്ന് പക്ഷി എന്ന പോലെ ഞങ്ങൾ രക്ഷപ്പെട്ടു. വലകീറിപ്പോയി ഞങ്ങൾ മോചിതരായി. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിലാകുന്നു ഞങ്ങളുടെ സഹായം. കർത്താവിനെ ആശ്രയിക്കുന്നവർ സിഹിയോൻ പർവ്വതം പോലെയാണ്. അവർ ഒരു നാളും കുലുങ്ങുകയില്ല, അവർ എന്നെന്നും വസിക്കും. പർവ്വതങ്ങൾ ഓരസ്ലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് എന്നേക്കും സ്വജനത്തെ വലയം ചെയ്യുന്നു. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിനിഷ്ഠരുടെ അവകാശത്തിൽ വാഴില്ല. നീതിനിഷ്ഠരുടെ കൈകൾ തിന്മയിലേക്ക് തിരിയുകയില്ല. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിനിഷ്ഠരുടെ അവകാശത്തിൽ വാഴില്ല. നീതിനിഷ്ഠരുടെ കൈകൾ തിന്മയിലേക്ക് തിരിയുകയില്ല. കർത്താവേ, നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ. വക്രതയുടെ മാർഗത്തിൽ ചരിക്കുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടൊപ്പം നടത്ത്. ഇസ്രായേലിൽ സമാധാനമുണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അവൻ അവളുടെ ശിരസിൽ കിരീടമണിയിച്ചു. നാഥ സ്വർഗാരോഹിതനെ, നിത്യപിതാവിൻ സന്നിധിയിൽ അമ്മയ്ക്കിടമന്നേകിയിലെ നിന്നുടെ അമ്മയനുഗ്രഹമായി വാഴുന്നുന്നത സ്വർഗത്തിൽ അവളുടെ പ്രാർത്ഥന യാചനകൾ ഭൂവിൽ മാനവരോടൊപ്പം അന്തിമനാളിൽ മഹിമയോടെ കർത്താവേ നീ അണയുമ്പോൾ അമ്മയോടൊപ്പം മോദമോടെ നിന്നെതിരേൽപ്പിനു കൃപയേകൂ. അവൾ ജീവിക്കുന്നവരുടെ എല്ലാം അമ്മയായിരുന്നു. നാഥാ രക്ഷകനീശോയേ, നിന്നെ നമിക്കാൻ സ്തുതി പാടാൻ ഞങ്ങൾ സന്നിധി അണയുന്നു.
ജീവന് മാതാവായവളാം മറിയത്തെ നീ കൈക്കൊണ്ടു. ഊഷരഭൂവിതിലടിയാതെ സ്വർഗം തന്നിലുയർത്തി നീ. അഴിവിയലാതെ അനശ്വരമായി അതിരില്ലാതെ വിളങ്ങിയിടും ജീവനിലമ്മയോടൊപ്പമിവർ ചേരാൻ നീ കൃപയേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവീശോ മിശിഹായേ, സ്വർഗ്ഗതലത്തിൽ ദൂതന്മാർ നിൻ സ്തുതി നിത്യം പാടുന്നു. ആത്മീയർ തൻ വൃന്ദങ്ങൾ ആനന്ദത്തോടു പാടുന്നു. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, ദൈവം നിത്യം പരിശുദ്ധൻ. അവരോടൊത്തണി ചേർന്നിവരും ത്രിത്വസ്തുതികൾ പാടുന്നു. അമ്മയോടൊപ്പം സ്വർഗത്തിൽ സ്തുതി പാടാൻ കൃപയേകൂ നീ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 20-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു.
അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നിതടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര